നമസ്കാരം. റാഫ്റ്റ് ഓഫ് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. ഇന്നാണ് ആ ദിനം. യെസ്, ഇതവിടുത്തെ യുവേഫ ചാമ്പ്യൻസ് ലീഗ് ഫൈനൽ മത്സരം ഇന്ന് രാത്രി ഇന്ത്യൻ സമയം 12:30 നടക്കുന്നു. പാരീസ് സെന്റ് ജർമ്മനും ഇന്റർ മിലാനും തമ്മിൽ മ്യൂണിക്കിൽ വെച്ച് ഏറ്റുമുട്ടുമ്പോൾ ആര് വിജയിക്കും, മ്യൂണിക്കിലെ ഫുട്ബോൾ അറീനയിൽ ആര് വിജയിക്കും എന്നുള്ളതാണ് ആരാധകരെ ആകാംക്ഷയോടുകൂടി ഉറ്റുനോക്കുന്നത്. 2 വർഷങ്ങൾക്ക് മുമ്പ് UCL ഫൈനൽ കയ്യെത്തും ദൂരത്ത് നഷ്ടമായ ടീമാണ് ഇന്റർ മിലാനെങ്കിൽ അതുപോലെ 3-4 വർഷങ്ങൾക്ക് മുമ്പ് ബയേൺ മ്യൂണിക്കിനോട് പോർച്ചുഗലിൽ വെച്ചിട്ട് കിരീടത്തിന് തൊട്ടരികിൽ വീണുപോയ ടീമാണ് PSG. രണ്ടിലൊരു ടീമിന് വീണ്ടും ആ അനുഭവം ഉണ്ടാകും. പക്ഷേ മറ്റൊരു ടീം ഇന്ന് കിരീടം ഉയർത്തും. കാത്തിരിക്കാം ആര് നേടും ആ കിരീടം എന്നറിയാൻ വേണ്ടി. PSGയുടെ കോച്ചായ ലൂയിസ് എൻറിക്കെ വലിയ ആത്മവിശ്വാസത്തിലാണ്. അദ്ദേഹം കൃത്യമായിട്ട് പറയുന്നു, ഈ ഒരു കിരീടം വളരെ പ്രധാനപ്പെട്ടതാണ്. എൻ്റെ താരങ്ങൾക്കൊരു ഗിഫ്റ്റ് പോലെ അതെനിക്ക് സമ്മാനിക്കണമെന്ന് ഇന്നലെ യുവേഫ ചാമ്പ്യൻസ് ലീഗിന് മുന്നോടിയായിട്ടുള്ള പ്രീ മാച്ച് പ്രസ് കോൺഫറൻസിൽ ലൂയിസ് എൻറിക്കെ ആത്മവിശ്വാസത്തോട് പറഞ്ഞ വാക്കുകളിലേക്കൊന്ന് പോവുകയാണ്. അദ്ദേഹം പറയുന്നു, ഇതവണ ഈ യുവേഫ ചാമ്പ്യൻസ് ലീഗ് കിരീടം ചൂടാനുള്ള എൻ്റെ മോട്ടിവേഷൻ പാരീസ് സെന്റ് ജർമ്മനൊപ്പം അത് ആദ്യത്തെ കിരീടമായിരിക്കുമല്ലോ എന്നതാണ്. ഒരു ഗിഫ്റ്റ് പോലെ ടീമിന് ഇതെനിക്ക് കൊടുക്കണം, ഈ ക്ലബിന് ഇത് കൊടുക്കണം, ഈ സിറ്റിക്ക് ഇത് കൊടുക്കണം. സംതിങ് ഹിസ്റ്റോറിക് ആയിട്ട് അത് മാറും. തീർച്ചയായിട്ടും ഫസ്റ്റ് ടൈം സച്ച് എ ഗ്രേറ്റ് ക്ലബിനൊപ്പം യുവേഫ ചാമ്പ്യൻസ് ലീഗ് നേടുക, അത് ഒരു എക്സ്ട്രാ സ്പെഷ്യൽ ഫ്ലേവർ ആണ് എന്നാണ് ഇപ്പോൾ ലൂയിസ് എൻറിക്കെ പറയുന്നത്. ഈ കളിയെക്കുറിച്ച് അദ്ദേഹം പറയുന്നത്, തീർച്ചയായിട്ടും ഞങ്ങളുടെ മെൻറ്റാലിറ്റിക്ക് വളരെ പ്രാധാന്യമുണ്ട്. ഞങ്ങൾക്കറിയാം എങ്ങനെ മെൻറ്റാലിറ്റി വെച്ച് ഗ്രോ ചെയ്യണമെന്ന്. ഒരു ടീം എന്ന നിലയിൽ എങ്ങനെ പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ പറ്റുമെന്ന് ഞങ്ങൾക്കറിയാം. ഡെബലെ വൺ ഓഫ് ദി ബെസ്റ്റ് പ്ലെയർ ആണ് ഈ സീസണിലെ. അദ്ദേഹത്തിന് ഗോൾ അടിക്കാൻ പറ്റും, അസിസ്റ്റ് കൊടുക്കാൻ പറ്റും. ഈ ഒരു സീസണിലുടനീളം ടീമിനെ അദ്ദേഹം മുന്നോട്ട് നയിച്ചിട്ടുണ്ട്. സോ വീണ്ടും അദ്ദേഹത്തെ ഡെവലപ്പ് ചെയ്യാൻ സഹായിക്കാൻ പറ്റി എന്നുള്ളതിൽ ഞാൻ ഹാപ്പിയാണ്. ഒരു ടീം എന്ന നിലയിൽ ഞങ്ങൾ ഈ മത്സരം വിജയിക്കാൻ തന്നെ ഒരുങ്ങിയിരിക്കുകയാണ് എന്ന് ഇപ്പോൾ ലൂയിസ് എൻറിക്കെ പറഞ്ഞു. അങ്ങനെ സംഭവിച്ചാൽ അത് ചരിത്രമായിരിക്കും. മെസ്സിക്ക് കഴിയാത്തത്, നെയ്മർക്ക് കഴിയാത്തത്, എംബാപ്പയ്ക്ക് കഴിയാത്തത് ഓസ്മാൻ ഡെംബലയിലൂടെ PSG സ്വന്തമാക്കുമോ? കാത്തിരുന്ന് കാണാം. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റ് ടോക്സ് വീഡിയോ എത്താം.